ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? നമുക്കിന്നിവിടെ തണ്ണിമത്തൻ ഷേക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ഇന്നലെ അധികം വന്ന തണ്ണിമത്തൻ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിരുന്നു. അപ്പം നമുക്ക് ഇന്നത് ഷേക്കാക്കി തയ്യാറാക്കിയെടുക്കാം. അത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല തണുപ്പുണ്ട്. അപ്പം നമുക്ക് ഇത്രയും കറക്റ്റ് തണുപ്പാണ്. നമുക്ക് നൊയമ്പ് മുറിച്ചാൽ കുടിക്കാൻ പറ്റുന്ന തണുപ്പിൽ ഞാൻ ചെയ്ത് വെച്ചേക്കാണ്. ഞാൻ പാല് നന്നായിട്ട് കാച്ചി തണുപ്പിച്ചതാണ്. ഒരുപാട് കട്ടയാക്കാതെ ഞാൻ ലൂസാക്കി തന്നെ എടുത്തോട്ട് ഞാൻ രാവിലെ കാച്ചി അത് തണുപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ ചൂട് മാറ്റിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പം നന്നായിട്ടത് തണുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര അതിലേക്ക് ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് നമുക്ക് ഏലക്ക ഇട്ട് നന്നായിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഈ ഒറ്റൊരു ജ്യൂസ് മതി നമുക്ക് ക്ഷീണം മാറാൻ. അപ്പോൾ അതിലേക്ക് 2 ഏലക്ക ഇട്ട് കൊടുക്കാം. ഏലക്കയൊക്കെ ഇട്ട് നല്ല മണത്തോടെ അടിച്ച് നമ്മൾ ഒരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്ഷീണമൊക്കെ മാറി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവരും വീട്ടിൽ തണ്ണിമത്തനൊക്കെ കാണാം. അപ്പം നമുക്ക് വൈകിട്ട് എന്നും നമ്മുടെ നൊയമ്പിന് വൈകിട്ട് നല്ലൊരു ഷേക്ക് നമുക്ക് ഇതേപോലെ എല്ലാവർക്കും തയ്യാറാക്കിയെടുക്കാം. പാല് പച്ച പാൽ ഉപയോഗിക്കാത്തവർക്ക് കാച്ചി ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പം ഞാൻ അത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുക്കാം. അപ്പം ഇപ്പം 2 ദിവസം കൊണ്ട് നല്ല വെയിലാണ്. അപ്പം നല്ലൊരു ജ്യൂസൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണം മാറത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ജ്യൂസാണ്, നല്ല ടേസ്റ്റാണ്. അപ്പം എൻ്റെ ചാനലൊക്കെ ആദ്യമായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോസൊക്കെ മൊത്തമായി കാണുക. നല്ല നല്ല കമൻറ്റുകളൊക്കെ നിങ്ങളൊക്കെ എഴുതി അറിയിക്കുക. ഇനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ, ബൈ, സീ യു, ടാറ്റാ.